സാധാരണയായി അമേരിക്കക്കാർ ചെയ്തു വന്ന പരിപാടിയായിരുന്നു ശത്രുരാജ്യത്ത് കടന്നു കയറി തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ച് ഉന്മൂലനം ചെയ്യുക എന്നത്. ഇറാനിലും തുർക്കിയിലും ഇറാഖിലും പാകിസ്ഥാനിലും ഒക്കെ അവർ ചെയ്തു വന്നത് ഇത് തന്നെയാണ്. ഒന്നുകിൽ ഒരു മിസൈൽ ആക്രമണം അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം. അതീവ രഹസ്യമായി ശത്രുവിനെ കൊന്നൊടുക്കുന്ന അമേരിക്കൻ രീതി. ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണങ്ങൾ അമേരിക്കയുടെ പേരിൽ പേറ്റന്റ് വരെയുണ്ട്. അതേ മാതൃക തന്നെ ഇസ്രയേൽ അതേപടി പകർത്തിയതാണ് ഇപ്പോൾ അമേരിക്കയെ ഞെട്ടിച്ചത്. തൊട്ടു പിന്നാലെ അമേരിക്ക ഈ ആക്രമണത്തെ അപലപിച്ചതിന് ധിക്കാരപൂർവം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറുപടി നൽകിയതും അതും വീണ്ടും അമേരിക്കയ്ക്ക് മറ്റൊരു തിരിച്ചടി ഞെട്ടലുമായി. കഴിഞ്ഞ മാസമായിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇറാൻ ഖത്തറിലെ US സൈനിക താവളം ആക്രമിച്ചത്. അപ്പോഴും അമേരിക്കയും ഖത്തറും ഞെട്ടിയത് ഒരുമിച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഖത്തർ വീണ്ടും ഞെട്ടിയത് ഇസ്രായേലിന്റെ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ മിസൈൽ ആക്രമണത്തിലാണ്. ഗാസയിലെ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ തങ്ങൾ ശ്രമം നടത്തുന്നതിനിടെ ഈയൊരു ഇസ്രായേൽ നടപടി അത് ഇസ്രായേലിന് എന്തെങ്കിലും ബന്ദികളുടെ മേലിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇല്ലാതാക്കി എന്നാണ് ഇപ്പോൾ ഖത്തറിന്റെ നിലപാട്. ബന്ദികളെ മോചിപ്പിക്കാൻ ഗാസയിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ അവസാനപ്പെട്ട സമാധാന കരാറിലേക്ക് ഹമാസും ഇസ്രായേലും മധ്യസ്ഥരായ ഖത്തറിനെയും ഒക്കെ ഇടപെടലിനെ തുടർന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേളയിലായിരുന്നു ഇസ്രായേൽ തങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുത്തത്. ഹമാസിന്റെ മുൻനിര നേതാക്കളെ ഖത്തറിലെങ്കിൽ ഖത്തറിൽ ഏത് രാജ്യത്തായാലും അവിടെ വെച്ച് തകർത്ത് കളയുക എന്നൊരു തന്ത്രമാണ് ഇസ്രായേൽ നടപ്പാക്കിയതും 6 മുതിർന്ന ഹമാസ് നേതാക്കളാണ് ദോഹയിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച ദോഹയിൽ ഹമാസ് ചർച്ചക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ അസാധാരണമായ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ ഇനി അവശേഷിക്കുന്ന ബന്ദികളുടെ മോചനം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഇല്ലാതാക്കിയത് മറ്റൊന്നുമല്ല ഈ മിസൈൽ ആക്രമണത്തിന് ഉത്തരവിട്ട ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി. കാരണം ഖത്തറിനും അറബ് ഗൾഫ് മേഖലയ്ക്കുമേറ്റൊരു കനത്ത സുരക്ഷാ ഭീഷണി കൂടിയാണ് ഈ ഒരു ആക്രമണം. ഇസ്രായേൽ ആക്രമണത്തിൽ US മറ്റ് ഗൾഫ് രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ച വെടിനിർത്ത കരാറിനെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന 6 ഹമാസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടത് ഖത്തറിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഖത്തറിന്റെ സുരക്ഷയിലാണ് ഈ ഹമാസ് നേതാക്കൾ ഖത്തറിലെത്തിയത് ചർച്ചകൾക്കായിട്ട്. ഇസ്രായേൽ ചെയ്തത് ഭീകരപ്രവൃത്തി തന്നെയാണെന്നാണ് ഇപ്പോൾ ഖത്തറിന്റെ നിലപാട്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഈ ഒരു ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ അൽത്താനി ഖത്തർ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്. അമേരിക്ക കിട്ടിയ മറ്റൊരു തിരിച്ചടി തങ്ങളുടെ അനുമതിയോടെ അല്ല ഇസ്രായേലി ഖത്തറിൽ ആക്രമണം നടത്തിയത് എന്ന് ആക്രമണത്തെ അടിമുടി അങ്ങ് അപലപിച്ചപ്പോഴാണ്. ഖത്തറിലെ ഏകപക്ഷീയമായ ബോംബാക്രമണം ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇതിനും ബെഞ്ചമിൻ നെതന്യാഹു നൽകിയ ധിക്കാരപൂർവ്വ മറുപടിയാണ്. എന്താണ്? ഖത്തർ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നെന്ന് നെതന്യാഹു പറയുന്നു. എന്താണ് അമേരിക്കയ്ക്ക് നൽകിയ ആ ഒരു ധിക്കാരപരമായ മറുപടി? ഭാവിയിൽ ആക്രമണം തുടരാനുള്ള അവകാശം തനിക്കുണ്ടെന്നാണ് നെതന്യാഹുവിന്റെ വാദം. ഖത്തറിനോടും തീവ്രവാദികളെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് താൻ ഒന്നുകൂടി പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾ ഭീകരവാദികളെ പുറത്താക്കണം, അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ചെയ്യുമെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകൾക്ക് ആതിഥ്യം വഹിക്കുന്നതിൽ നെതന്യാഹു ഖത്തർ വെറുതെ സമയം പാഴാക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ദികളുടെ കാര്യത്തിൽ നെതന്യാഹുവിന് യാതൊരു കൺസേണുമില്ല. പക്ഷേ ഗാസ ഒഴിപ്പിക്കുക, ഹമാസിനെ വേരോടെ ഉന്മൂലനം ചെയ്യുക, അത് മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രായേലി സേനയുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴെന്താണ് ഖത്തർ പ്രധാനമന്ത്രി അൽത്താനി പറയുന്നത്? ഹമാസ് ഇസ്രായേലി വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള തങ്ങളുടെ നിലപാടിനെ പുനഃപരിശോധിക്കുമെന്നാണ്. ആക്രമണത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ധിക്കാരപൂർവ്വം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ നീണ്ട കൈ എവിടെ ചെന്നും ഏത് രാജ്യത്ത് നിന്നും ശത്രുക്കളെ ഒതുക്കുമെന്നാണ് കാറ്റ്സ് വ്യക്തമാക്കിയത്. ഹമാസിനെ വേരോടെ പിഴുതെറിയുമെന്ന വാശിയിലാണ് ഇസ്രായേൽ. ഇനി അവർക്ക് അമേരിക്കയ്ക്ക് അവരുടെ കൂടി സഹായമോ പങ്കാളിത്തമോ ഒന്നും വേണ്ടെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക കരുതിയത്
അവിടുത്തെ ഇറാന്റെ ആണവ ബങ്കറിൽ ബോംബിടാനായി ബങ്കർ വിമാനങ്ങളെ വിളിച്ചു വരുത്തി ഇസ്രായേൽ ട്രംപിനെ കൊണ്ട് US ബങ്കർ വിമാനങ്ങളെ, ബോംബിംഗ് വിമാനങ്ങളെ വിളിച്ചു വരുത്തിയെങ്കിൽ ഇവിടെ ഇപ്പോൾ അതിനു പോലും മെനക്കെട്ടിട്ടില്ല. എന്തായാലും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേലുകാർ അമേരിക്ക അറിയിച്ചില്ല. പക്ഷേ US മിലിറ്ററി ഇന്റലിജൻസുകാർ വ്യക്തമായി മണത്തറിഞ്ഞു ഇസ്രായേൽ ഇതാ ഖത്തറിനെതിരെ മിസൈൽ ആക്രമണം നടത്താൻ പോകുന്നതെന്ന്. പക്ഷേ സമയം വൈകിപ്പോയിരുന്നു. അതിനിടയ്ക്ക് ആക്രമണം നടക്കുകയും ചെയ്തു. എന്നാലും ഗൾഫ് രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുന്ന ഖത്തർ ഇപ്പോൾ ഇസ്രായേലിനെതിരെ പ്രതിരോധം മറതീർക്കാൻ. ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ ഒപ്പം നിന്നാലും ഇസ്രായേലിന്റെ ഈ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുമോ എന്ന കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ പോലും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച